നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ബഹിരാകാശത്തിൽ നിന്ന് മടക്കയാത്രയ്ക്കൊരുങ്ങി ശുഭാംശു ശുക്ലയും സംഘവും. ബഹിരാകാശ നിലയത്തിൽ ശുഭാംശുവിന് യാത്രയയപ്പ് ചടങ്ങ്. രാജ്യത്തിനും ജനങ്ങൾക്കും നന്ദി പറഞ്ഞ് വിടവാങ്ങൽ പ്രസംഗം. അൺഡോക്കിംഗ് ഇന്ത്യൻ സമയം നാളെ വൈകിട്ട് 4:35. ബഹിരാകാശ യാത്രികർ മടങ്ങുന്നത് 18 ദിവസം നീണ്ട ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ശേഷം. കീം റാങ്ക് ലിസ്റ്റ് വീണ്ടും നിയമക്കുരുക്കിലേക്ക്. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി കേരള സിലബസ് വിദ്യാർത്ഥികൾ. പുതുക്കിയ റാങ്ക് പട്ടിക റദ്ദാക്കണം എന്നാവശ്യം. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരാകുക അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ. കോടതി നടപടികൾ പ്രവേശന നടപടികളെ സങ്കീർണമാക്കില്ലെന്ന വാദവുമായി മന്ത്രി ആർ ബിന്ദു. കീമിൽ സർക്കാർ വൈകിപ്പോയെന്ന കുറ്റപ്പെടുത്തലുമായി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. വിദ്യാർത്ഥികളെ കൊണ്ട് കാലുകഴുകിപ്പിച്ച സംഭവങ്ങളിൽ കടുത്ത നടപടികളിലേക്ക് സർക്കാർ. ക്രിമിനൽ കേസെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഭാരതാംബ ചിത്ര വിവാദത്തിന് പിന്നാലെ പാദപൂജയിലും സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ. ഗുരുപൂജ നാടിന്റെ സംസ്കാരമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ചാതുർവർണ്ണ്യ വ്യവസ്ഥ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമെന്ന് എം.വി. ഗോവിന്ദൻ. ഇരുണ്ട യുഗത്തിലേക്ക് നയിക്കുന്ന ഗവർണർ കേരളത്തിന് നാണക്കേടെന്ന് കെ.സി. വേണുഗോപാൽ. കേരള സർവകലാശാലയിൽ പോര് കടുത്തു. ഫയൽ നീക്കത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ഫയൽ പ്രോസസിംഗ് ചുമതല സ്വകാര്യ ഏജൻസിക്ക് പകരം ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് നൽകാൻ നീക്കം. കാലിക്കറ്റ് സർവകലാശാലയിൽ സമരങ്ങൾക്ക് നിരോധനം. ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഉത്തരവ് ചൂണ്ടിക്കാട്ടി പോലീസ് വിദ്യാർത്ഥി സംഘടനകൾക്ക് കത്തയച്ചു. സർവകലാശാല കെട്ടിടങ്ങൾ, പരീക്ഷാ ഭവൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എന്നിവയുടെ 200 മീറ്റർ ചുറ്റളവിൽ പ്രകടനങ്ങളോ ധർണയോ സമരമോ പാടില്ലെന്ന് നിർദ്ദേശം. പി.ജെ. കുര്യന്റെ എസ്.എഫ്.ഐ. പുകഴ്ത്തലിൽ കോൺഗ്രസിൽ അമർഷം. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം മനസ്സിലാക്കാതെയുള്ള വിമർശനമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വേദിയിൽ തന്നെ മറുപടി കൊടുത്തതിന് പിന്നാലെ ഫേസ്ബുക്കിലും അതൃപ്തി പരസ്യമാക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. സമൂഹ മാധ്യമങ്ങളിലും കുര്യനെതിരെ കടുത്ത വിമർശനം. പാർട്ടി മാറ്റ സൂചനകൾക്കിടെ പി.കെ. ശശിക്കെതിരെ മുദ്രാവാക്യവുമായി മണ്ണാർക്കാട് CPIM പ്രകടനം. ശശിയുടെ രാഷ്ട്രീയ നീക്കങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി ജില്ലാ കമ്മിറ്റി. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമെന്ന് വിലയിരുത്തൽ. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ പൊട്ടിത്തെറി. ജില്ലാ കൌൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെ സമ്മേളനം ബഹിഷ്കരിച്ച് നാട്ടിക MLA CC മുകുന്ദൻ. പി.കെ. ശശിയെ കടന്നാക്രമിച്ച് CPIM ജില്ലാ കമ്മിറ്റി അംഗം PM മാർഷോ. ബിലാലായത് മേരി ടീച്ചർ ചോറ് കൊടുത്തിട്ടെന്ന പരിഹാസം. ആ ചോറ് തിന്ന് സായിപ്പ് ടോണിയായി വന്നാൽ മുട്ടിന്റെ ചിരട്ട കാണില്ല. മേരി ടീച്ചർക്ക് ഇവിടെ വേറെയുമുണ്ട് മക്കളെന്നും PM ആർഷോ. റവാഡ ചന്ദ്രശേഖറിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന പിണറായി വിജയന്റെ പഴയ നിയമസഭാ പ്രസംഗം പുറത്ത്. കൂത്തുപറമ്പിലേത് വെടിവെപ്പ് പരിശീലനമെന്ന് റവാഡ പറഞ്ഞതായും പിണറായിയുടെ കുറ്റപ്പെടുത്തൽ. പുറത്തുവന്നത് കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം 1995 ജനുവരി 30 അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും കത്തയച്ച് മുഖ്യമന്ത്രി. അവസാന മണിക്കൂറുകളിലും മകളുടെ കൊലക്കയർ ഒഴിവാക്കാൻ വാതിലുകളിൽ മുട്ടി അമ്മ പ്രേമകുമാരി. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് യമൻ പ്രോസിക്യൂട്ടർക്ക് അപേക്ഷ നൽകി. ദയാധനം സംബന്ധിച്ച ചർച്ചകൾ നടന്നുവരികയാണെന്ന് അപേക്ഷയിൽ. ആക്ഷൻ കൗൺസിൽ ഹർജി നാളെ സുപ്രീം കോടതി പരിഗണിക്കും. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യമനിലെ പ്രധാന സൂഫി പണ്ഡിതനുമായി സംസാരിച്ചു. യമൻ ഭരണകൂടവുമായി സംസാരിച്ചുവെന്നും റിപ്പോർട്ട്. നിമിഷപ്രിയയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടെന്നും വിവരം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ നീക്കവുമായി BJP. പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ C. സദാനന്ദനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. CPIM ആക്രമണത്തിന് ഇരയായ സദാനന്ദൻ ധീരതയുടെ പ്രതീകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയ പ്രവർത്തകനെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത് അധാർമികമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. നിപ ബാധിച്ചു മരിച്ച മണ്ണാർക്കാട് സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിൽ 46 പേർ. മരിച്ചയാൾ സമ്പർക്ക പട്ടികയിൽ ഇല്ലാത്തയാൾ. സ്ഥിതി വിലയിരുത്തി ആരോഗ്യവകുപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്ന നിർദ്ദേശം.
നിപയിൽ 6 ജില്ലകളിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, വയനാട് ജില്ലകളിലെ ആശുപത്രികൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം. നിപ ലക്ഷണങ്ങളോടുകൂടിയ പനി, മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശം. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ ജീവനൊടുക്കിയ വിപഞ്ചികയുടെ അമ്മ നൽകിയ പരാതിയിൽ കുണ്ടറ പോലീസ് കേസെടുക്കും. കൊല്ലം കേരളപുരം സ്വദേശിനി വിപഞ്ചിക വർഷങ്ങളായി സ്ത്രീധന പീഡനം നേരിട്ടതിന്റെ തെളിവുകളും ശബ്ദ സന്ദേശവും 24-ന്. വിവാഹബന്ധം വേർപെടുത്താൻ 2022 മുതൽ വിപഞ്ചിക ആലോചന തുടങ്ങിയെന്ന് വാക്കുകളിൽ വ്യക്തം. കോഴിക്കോട് കൂടരഞ്ഞിയിൽ 39 വർഷങ്ങൾക്ക് മുൻപ് ഇരട്ടക്കൊലപാതകം നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ പോലീസിന്റെ നിർണായക നീക്കം. പ്രതി നൽകിയ വിവരങ്ങൾ പ്രകാരം തയ്യാറാക്കിയ മരിച്ചയാളുടെ രേഖാചിത്രം പുറത്തുവിട്ടു. പരിചയക്കാർ ചിത്രം സ്ഥിരീകരിച്ചു. രേഖാചിത്രം തയ്യാറാക്കിയത് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ. കണ്ണൂർ ഇരിട്ടി എടക്കാനം റിവർ വ്യൂ പോയിന്റിൽ ഗുണ്ടാ ആക്രമണം. നാട്ടുകാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. 5 പേർക്ക് പരിക്കേറ്റു. 3 വാഹനങ്ങളിലായാണ് അക്രമി സംഘം എത്തിയത്. ആക്രമിച്ചത് ദീപ് ചന്ദും സംഘവുമെന്നും സൂചന. റാപ്പർ വേടൻ തമിഴ് സിനിമയിലേക്ക്. വിജയ് മിൽട്ടൺ ചിത്രത്തിലൂടെ അരങ്ങേറ്റം. രാജ് തരുണാണ് ചിത്രത്തിലെ നായകൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ്. ബുധനാഴ്ച മുതൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കോഴിക്കോട് വടകരയിലും ഓർക്കാട്ടേരിയിലും മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന് അനുകൂലമായാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കോഴിക്കോട് ഓട്ടോ ഡ്രൈവറിൽ നിന്ന് ദുരനുഭവം ഉണ്ടായെന്ന യുവ സംവിധായക കുഞ്ഞില മസിലാമണിയുടെ പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് മെഡിക്കൽ കോളേജ് പോലീസ്. ഓട്ടോ ഡ്രൈവറെ ചോദ്യം ചെയ്തു. പറഞ്ഞുറപ്പിച്ചതിലും കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഓട്ടോ ഡ്രൈവർ ഭീഷണിപ്പെടുത്തിയെന്നാണ് കുഞ്ഞിലയുടെ പരാതി. ഉത്തർപ്രദേശിൽ മരിച്ച മലയാളി ഡോക്ടർ അഭിഷോ ഡേവിഡിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. അഭിഷോയ്ക്ക് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിയില്ലെന്ന് ബന്ധു. കുടുംബവുമായോ സുഹൃത്തുക്കളുമായോ പ്രശ്നങ്ങൾ പങ്കുവച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും ബന്ധുക്കൾ. വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രസ്താവന തള്ളി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. മന്ത്രി AK ശശീന്ദ്രന് മറുപടി പറയേണ്ട ആവശ്യമില്ല. കേരളത്തിലെ മലയോര ജനതയുടെ വികാരമാണ് പാർട്ടി ഉന്നയിച്ചത്. കേരള കോൺഗ്രസ് നിലപാടിനെ മന്ത്രിയുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കേണ്ടെന്നും ജനകീയ വിഷയങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ജോസ് കെ മാണി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രന്റെ വിമർശനത്തിന് മറുപടിയുമായി VT ബൽറാം. മാറ്റത്തിന് തൃത്താല കൊതിക്കുമ്പോൾ ആരും പിറകിൽ നിന്ന് കുത്തരുത്. പാലക്കാട് ആലിക്കരയിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിലായിരുന്നു പ്രതികരണം. നൂലിൽ കെട്ടിയിറക്കിയ നേതാവാണ് VT ബൽറാം എന്നായിരുന്നു CV ബാലചന്ദ്രന്റെ വിമർശനം. കൊച്ചിയിൽ MDMAയുമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ റിൻസി മുംതാസ് അറസ്റ്റിലായ കേസിൽ 4 സിനിമാ താരങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടി പോലീസ്. സിനിമാ പ്രമോഷൻ ആവശ്യങ്ങൾക്കാണ് റിൻസിനെ വിളിച്ചതെന്ന് താരങ്ങളുടെ മൊഴി. മലപ്പുറം പരപ്പനങ്ങാടിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 17-കാരന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് താനൂർ സ്വദേശി ജുറൈജ്. പാലക്കാട് തൂത്തപ്പുഴയിൽ വയോധികയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്നു. 1 ലിറ്റർ വെളിച്ചെണ്ണയുടെ വില 450-ന് മുകളിൽ. ഓണത്തിന് മുൻപ് എണ്ണവില 600 കടക്കുമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ. വന്യമൃഗശല്യം രൂക്ഷമായ കോഴിക്കോട് കൂടരഞ്ഞി പൂവാറൻതോട് സന്ദർശിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. നാട്ടുകാരെയും കർഷകരെയും കണ്ട് അൻവർ സാഹചര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. മലയോര മേഖലയിലെ കർഷകർ ദുരിതത്തിലാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഉയർത്തിപ്പിടിക്കുമെന്നും PV അൻവർ. തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ കാട്ടാന കാർ ആക്രമിച്ചു. ഷോളയാർ പവർ ഹൌസിന് സമീപമാണ് സംഭവം. റോഡരികിൽ നിന്നിരുന്ന കബാലിയാണ് കാർ മറിച്ചിടാൻ ശ്രമിച്ചത്. 2024 അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ മികച്ച കവറേജിനുള്ള മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ദൃശ്യമാധ്യമ വിഭാഗത്തിൽ മികച്ച റിപ്പോർട്ടിംഗിനുള്ള അവാർഡ് 24 ചീഫ് റിപ്പോർട്ടർ സൂരജ് സജി ഏറ്റുവാങ്ങി. കേരള സംഗീത നാടക അക്കാദമി ദേശീയ താളവാദ്യോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു അവാർഡ് വിതരണം ചെയ്തു. കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ നോക്കാം.
മൂവാറ്റുപുഴയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. അപകടം മൂവാറ്റുപുഴ വാഴപ്പള്ളിയിൽ. വാഹനത്തിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് താമരശ്ശേരിയിൽ ശക്തമായ കാറ്റിൽ തെങ്ങ് വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. വയോധിക തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വീട്ടുടമസ്ഥയായ കുടുക്കിൽ ഉമ്മരം കയ്യേലിക്കുന്ന നഫീസ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു. ഈ വർഷത്തെ നൂർനാട് ഹനീഫ് സ്മാരക സാഹിത്യ പുരസ്കാരം ഫർസാനയ്ക്ക്. എൽമ എന്ന നോവലിനാണ് പുരസ്കാരം. 20,052 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ചൈനയിൽ സ്ഥിരതാമസമാക്കിയ മലപ്പുറം സ്വദേശി ഫർസാനയുടെ ആദ്യ നോവലാണ് എൽമ. മലപ്പുറം മങ്കട കർക്കിടകത്ത് തെരുവുനായ കുറുകെച്ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. വെള്ളില സ്വദേശി നൌഫലാണ് മരിച്ചത്. സഹകരണ സംരംഭമായ മലബാർ കോപ്പറേറ്റ് ടെക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി സാങ്കേതിക കരാറിൽ ഒപ്പിട്ടു. ഉയർന്ന ശേഷിയുള്ള പോളിമർ അധിഷ്ഠിത സൂപ്പർ കപ്പാസിറ്ററുകൾ വികസിപ്പിക്കാനുള്ള കരാറിലാണ് ഒപ്പിട്ടത്. വൈദ്യുത വാഹനങ്ങൾ, പ്രതിരോധ ഉപകരണങ്ങൾ, റെയിൽവേ തുടങ്ങിയ മേഖലയിലേക്കുള്ള ഉൽപ്പന്ന വിതരണമാണ് ലക്ഷ്യം. തിരുവനന്തപുരം ചന്തവിള സെയിന്റ് തോമസ് കോളേജ് ഹോസ്റ്റലിന് സമീപം മൃതദേഹം കണ്ടെത്തി. കാട്ടായിക്കോണം മങ്ങാട്ടുകോണം സ്വദേശി ഉണ്ണി എന്ന് വിളിക്കുന്ന സജീവന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വയനാട് 6 കൊട്ടേഷൻ കവർച്ചാ സംഘം പിടിയിൽ. മഹാരാഷ്ട്രയിൽ 1.5 കോടിയോളം രൂപ കവർച്ച നടത്തിയ പ്രതികളാണ് പിടിയിലായത്. കേരളത്തിലേക്ക് കടന്ന പാലക്കാട് സ്വദേശികളെയാണ് പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. കോഴിക്കോട് ലഹരിവേട്ട. വെള്ളിമാടുകുന്നിൽ 1/2 കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിൽ. 100 ഗ്രാം കഞ്ചാവുമായി എരഞ്ഞിപ്പാലം സ്വദേശിയെയും പിടികൂടി. KG ശിവാനന്ദൻ CPI തൃശൂർ ജില്ലാ സെക്രട്ടറി. ഇരിങ്ങാലക്കുടിയിൽ നടന്ന CPI ജില്ലാ സമ്മേളനത്തിലാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. ശിവാനന്ദന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം എതിർപ്പുന്നയിച്ചു. സംസ്ഥാന നേതൃത്വം ഇടപെട്ടതോടെയാണ് തീരുമാനം അംഗീകരിച്ചത്. ഹോസ്റ്റൽ ഫീസിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പ്രതികാര നടപടി തുടർന്ന് പാലക്കാട്ടെ അൽ അമീൻ ലോ കോളേജ് മാനേജ്മെന്റ്. മാപ്പ് എഴുതി നൽകിയില്ലെങ്കിൽ പുറത്താക്കുമെന്ന് ഭീഷണി. മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് നൽകിയ നോട്ടീസിന്റെ പകർപ്പ് 24-ന്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വയോധികനെ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചു. റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മലപ്പുറം പൂക്കോട്ടും പാടത്ത് വീണ്ടും കരടി ഇറങ്ങി. ഇന്നലെ വൈകുന്നേരമാണ് ജനവാസ മേഖലയിൽ കരടി എത്തിയത്. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ 45-ാം സംസ്ഥാന സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 14-15 തീയതികളിലായി പത്തനംതിട്ട ഓമല്ലൂർ അഞ്ജലി ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക. കോഴിക്കോട് കുറ്റിച്ചിറക്കുളത്തിൽ നീന്തൽ പരിശീലനത്തിനിടെ കുട്ടി മുങ്ങി മരിച്ചു. ഫയർഫോഴ്സ് എത്തി കുട്ടിയെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നീന്തലിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന ആരോപണം ശക്തം. മകളുടെ ചികിത്സയ്ക്കായി തിരുവനന്തപുരം SAT ആശുപത്രിയിലെത്തിയ പിതാവ് മരക്കൊമ്പ് പൊട്ടി വീണ് മരിച്ചു. കൊല്ലം പരവൂർ സ്വദേശി SK സുനിലാണ് മരിച്ചത്. മെയ് 23-നുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഇതുവരെയും സുനിൽ. പത്തനംതിട്ട അടൂരിൽ DYFI പ്രവർത്തകൻ കഞ്ചാവുമായി പിടിയിൽ. കോമുകൾ സ്വദേശി മുഹമ്മദ് സബീറാണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് മോഷണ കേസ് പ്രതി 30 വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ. സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതി തേരിപ്പുറം സ്വദേശി ജയകുമാറാണ് പിടിയിലായത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി ഒളിവിൽ കഴിയുകയായിരുന്നു. തിരുവനന്തപുരത്ത് ബൈക്കിടിച്ച് സൈക്കിൾ യാത്രക്കാരന് ദാരുണാന്ത്യം. മേനംകുളം സ്വദേശി മോഹനൻ ആശാരിയാണ് മരിച്ചത്. ചിറ്റാറ്റുമുക്ക് റോഡിലാണ് അപകടമുണ്ടായത്. എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് ദേശീയപാതയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം. നേര്യമംഗലത്ത് നിന്ന് വരികയായിരുന്ന ഇന്നോവ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. അപകടം ഒഴിവാക്കാൻ മറ്റു വാഹനങ്ങളും ശ്രമിച്ചതോടുകൂടി വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷ യാത്രക്കാരിയായ സ്ത്രീക്ക് പരിക്കേറ്റു. ലോക പേപ്പർ ബാഗ് ദിനത്തിൽ കടകളിൽ പേപ്പർ ബാഗുകൾ വിതരണം ചെയ്ത് കൊച്ചിൻ റിഫൈനറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. പ്ലാസ്റ്റിക് ഉപേക്ഷിച്ച് പേപ്പർ ബാഗുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു NCC കേഡറ്റുകളുടെ ക്യാമ്പയിൻ. കൊല്ലം കുളത്തൂപ്പുഴയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികന് ഗുരുതര പരിക്ക്. തിങ്കൾക്കരിക്കം സ്വദേശി ജ്യോതിഷ് നാണുവിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കാട്ടുപന്നി ആക്രമിച്ചത്. കൊച്ചി നെടുമ്പാശ്ശേരി കാരക്കാട്ടുകുന്നിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് സ്കൂൾ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു.
നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച ശേഷം വിദ്യാർത്ഥിയെ ഇടിക്കുകയായിരുന്നു. ഇടുക്കിയിൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് സ്ത്രീ മരിച്ചു. കല്ലാർ തോട്ടുങ്ങൽ സണ്ണിയുടെ ഭാര്യ ബിന്ദുവാണ് മരിച്ചത്. അടിമാലി കല്ലാറിലാണ് സംഭവം. കണ്ണൂർ നഗരത്തിൽ ആംബുലൻസിന് ബൈക്ക് യാത്രികൻ സൈഡ് നൽകിയില്ല എന്ന് പരാതി. കാൾടെക്സ് ജംഗ്ഷൻ മുതൽ താഴെച്ചുവ വരെ സൈഡ് നൽകിയില്ലെന്നാണ് പരാതി. കുളത്തിൽ വീണ 8 വയസ്സുകാരനുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ്. വയനാട് പടിഞ്ഞാറത്തറ അരമ്പറ്റക്കുന്നിൽ യുവാവ് കുളത്തിൽ മുങ്ങി മരിച്ചു. മെച്ചന കിഴക്കയിൽ അജയ് കൃഷ്ണയാണ് മരിച്ചത്. കൂട്ടുകാരോടൊപ്പം കുളിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. എറണാകുളത്ത് ഡി അഡിക്ഷൻ സെന്റർ ജീവനക്കാരൻ മയക്കുമരുന്നുമായി പിടിയിൽ. തൃശൂർ കൊരട്ടി സ്വദേശി വിവേകാണ് പിടിയിലായത്. 4.5 ഗ്രാം മെത്താംഫിറ്റമിനാണ് ഇയാളിൽ നിന്ന് പിടികൂടിയത്. കൊല്ലം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയ ATL ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് അഭിമുഖം നടത്തുന്നു. അഭിമുഖം മറ്റന്നാൾ. ആലപ്പുഴ രാമങ്കരി NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ് ഹിന്ദി ബോട്ടണി വിഷയങ്ങളിലേക്ക്. അഭിമുഖം ഈ മാസം 18-ന്. ഇടുക്കി പുഷ്പകണ്ഠം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് ഒഴിവ്. അഭിമുഖം ഈ മാസം 16-ന്. ആലപ്പുഴ തകഴി ശിവശങ്കരപിള്ള ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം മറ്റന്നാൾ. ദേശീയ വാർത്തകൾ. അഹമ്മദാബാദ് വിമാനാപകടം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. വ്യോമയാന മന്ത്രി വിശദീകരണം നൽകണമെന്നാവശ്യപ്പെടും. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതെന്ന് ആരോപണം. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവരാതെ പൈലറ്റുമാരെ പഴിക്കരുതെന്ന് സംഘടന. രാജ്യത്തെ ട്രെയിനുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ റെയിൽവേ തീരുമാനം. നടപടി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ. ക്യാമറ സ്ഥാപിക്കുക വാതിലുകൾക്ക് സമീപം. ആദ്യഘട്ടത്തിൽ ക്യാമറ വരിക 74,000 കോച്ചുകളിൽ. പട്നയിൽ വീണ്ടും BJP നേതാവിനെ വെടിവെച്ചു കൊലപ്പെടുത്തി. BJP നേതാവ് സുരേന്ദ്ര കെവാട്ടാണ് കൊല്ലപ്പെട്ടത്. ഷെയ്ഖ്പുരയിൽ വീടിനു സമീപം ബൈക്കിലെത്തിയ അക്രമികളാണ് വെടിയുതിർത്തത്. തമിഴ്നാട് തിരുവള്ളൂരിൽ ചരക്ക് ട്രെയിൻ പാളം തെറ്റി തീപിടിച്ച സംഭവം അട്ടിമറിയെന്ന് സംശയം. അപകട സ്ഥലത്തിന് 100 മീറ്റർ മാറി റെയിൽ പാളത്തിൽ വിള്ളൽ കണ്ടെത്തി. ദക്ഷിണ റെയിൽവേ ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം. അപകടത്തിൽ 12 കോടിയുടെ നാശനഷ്ടമുണ്ടായെന്ന് നിഗമനം. തമിഴ്നാട്ടിലെ കസ്റ്റഡി മരണങ്ങളിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കടന്നാക്രമിച്ച് തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്. കസ്റ്റഡി മരണങ്ങൾ സംഭവിച്ച ശേഷം മാപ്പ് പറയാൻ മാത്രം എന്തിനാണ് ഒരു സർക്കാർ എന്ന് വിജയ്. ഒഡീഷയിലെ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥിനി ആത്മഹത്യാശ്രമം നടത്തിയ സംഭവത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക കമ്മിറ്റിയെ രൂപീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കോളേജിലെ അധ്യാപകനെതിരെ നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ നടപടിയെടുക്കാത്തതിനെ തുടർന്നായിരുന്നു ആത്മഹത്യാശ്രമം. പെൺകുട്ടിയുടെ പരാതി പരിശോധിക്കാൻ നേരത്തെ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിരുന്നുവെന്ന് പ്രിൻസിപ്പൽ. അഭിഭാഷക വൃത്തി ഉപേക്ഷിക്കുകയാണെന്ന് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദവേ. ചെറുപ്പക്കാർക്ക് വഴിമാറാൻ ആഗ്രഹിക്കുന്നതിനാലാണ് തീരുമാനമെന്നും ദുഷ്യന്ത് ദവേ. ബീഹാറിൽ അനധികൃത വോട്ടർമാരുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മ്യാൻമറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഉള്ളവർ നിലവിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നടൻ കോട്ട ശ്രീനിവാസ റാവു അന്തരിച്ചു. 83 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. ജമ്മുകശ്മീരിലെ ബാരാമുള്ളയിൽ ഭീകരാക്രമണങ്ങളിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകിക്കൊണ്ടുള്ള നിയമന കത്തുകൾ കൈമാറി കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഭീകരതയെ മഹത്വവൽക്കരിക്കുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്ന് ലഫ്റ്റനന്റ് ഗവർണർ. രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം. കുടിവെള്ളത്തിനായി കാത്തുനിന്ന 6 കുട്ടികൾ ഉൾപ്പെടെ 10 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഗസ വെടിനിർത്തൽ കരാറിലേക്കുള്ള ചർച്ചകളിൽ പുരോഗതിയില്ലെന്ന് റിപ്പോർട്ടുകൾ. വെടിനിർത്തൽ കാലയളവിൽ ഗസയുടെ 1/3 പ്രദേശത്തിന്റെ നിയന്ത്രണം ഇസ്രായേൽ നിലനിർത്തുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് ഹമാസ്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന് പരിക്കേറ്റിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി ഇറാൻ വാർത്താ ഏജൻസി. ഇറാന്റെ ദേശീയ കൌൺസിൽ യോഗം നടക്കുന്നതിനിടയിലായിരുന്നു ആക്രമണമുണ്ടായത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ്, ജുഡീഷ്യറിയുടെ തലവൻ ഒഹ്മസെനി എജയ് തുടങ്ങിയവരടങ്ങുന്ന യോഗത്തിൽ പങ്കെടുക്കവെയായിരുന്നു ഈ ആക്രമണം.
ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ തങ്ങൾ ആണവായുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ഇന്ത്യൻ സൈനിക നടപടിയിൽ 4 പാകിസ്ഥാനികൾ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നും പാകിസ്ഥാൻ ശക്തമായി തന്നെ തിരിച്ചടിച്ചുവെന്നും ഷഹബാസ് ഷെരീഫ്. ബിസിനസ് ന്യൂസ്. കിയ കാരൻസ് കാറുകളുടെ വിൽപ്പനയിൽ വൻ കുതിപ്പ്. 2025 ജൂണിലെ കണക്കുകൾ പ്രകാരം 7,921 യൂണിറ്റുകൾ വിറ്റു. വിൽപ്പനയിൽ കിയ സൊനറ്റ് 2ാം സ്ഥാനത്തും കിയ സെൽറ്റോസ് 3ാം സ്ഥാനത്തും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. തുടർച്ചയായ 2 ദിവസവും സ്വർണ്ണവില കുത്തനെ ഉയർന്നതിന് ശേഷമാണ് ഇന്ന് വിലയിൽ മാറ്റമില്ലാതെ തുടർന്നത്. വിപണിയിൽ ഇന്ന് 1 പവൻ സ്വർണത്തിന്റെ വില 73,120 രൂപ. UAE-യിലെ UPI സേവനങ്ങൾ വിപുലീകരിക്കാനൊരുങ്ങി നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വിഭാഗമായ NPCI ഇന്റർനാഷണൽ പേയ്മെന്റ്സ് ലിമിറ്റഡ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഡിജിറ്റൽ സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കങ്ങൾ. കായിക വാർത്തകൾ. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ജയത്തിനായി പൊരുതുന്നു. 193 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യക്ക് അവസാന ദിനത്തിൽ 6 വിക്കറ്റ് ശേഷിക്കെ ജയത്തിനായി വേണ്ടത് 135 റൺസ്. ഫിഫ ക്ലബ് ലോകകപ്പ് ഫൈനൽ അല്പസമയത്തിനകം 12:30 തുടങ്ങുന്ന മത്സരത്തിൽ ചെൽസിയുടെ എതിരാളികൾ PSG. മേജർ ലീഗ് ക്രിക്കറ്റ് ഫൈനൽ പോരിന് ഏതാനും മണിക്കൂറുകൾ. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 നടക്കുന്ന ഫൈനലിൽ വാഷിംഗ്ടൺ ഫ്രീഡം MI ന്യൂയോർക്കിനെ നേരിടും. അർജന്റീൻ താരം റോഡ്രിഗോ ഡിപോളിനായി ഇന്റർ മയാമി അത്ലറ്റിക്കോ മാഡ്രിഡുമായി അന്തിമഘട്ട ചർച്ചകളിൽ. മെസ്സിയുടെ ക്ലബിലേക്ക് ചേക്കേറാൻ ഡിപോൾ സമ്മതം മൂളിയെന്ന് റിപ്പോർട്ടുകൾ. കാണാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ്, ലാലു അലക്സ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇവൈൻ എന്റർടൈൻമെന്റ്സ് നിർമ്മിക്കുന്ന അപൂർവ പുത്രന്മാർ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. ചിത്രം ഈ മാസം 18-ന് തിയേറ്ററുകളിലെത്തും. പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ രചിച്ച് സംവിധാനം ചെയ്ത DS റേ എന്ന ഹൊറർ ചിത്രത്തിന്റെ സ്പെഷ്യൽ പോസ്റ്റർ പുറത്ത്. പ്രണവ് മോഹൻലാലിന് ജന്മദിനാശംസകൾ നേർന്നാണ് പുതിയ പോസ്റ്റർ പുറത്തിറക്കിയത്. മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രം പേട്രിയറ്റിന്റെ പുതിയ അപ്ഡേറ്റ് പുറത്ത്. ചിത്രത്തിന്റെ ഒരു ഷെഡ്യൂൾ പൂർത്തിയായെന്ന വിവരം. നടൻ മോഹൻലാൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളായിരുന്നു ഈ ഷെഡ്യൂളിൽ ചിത്രീകരിച്ചത്. എറണാകുളത്ത് ചിത്രീകരണം ആരംഭിച്ച ഈ ഷെഡ്യൂൾ 10 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. മോഹൻലാൽ നായകനായി എത്തുന്ന പുതിയ ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ചിത്രം ഓഗസ്റ്റ് 28-ന് തിയേറ്ററുകളിലെത്തും. ഓണം റിലീസായാണ് ഹൃദയപൂർവ്വം തിയേറ്ററുകളിലെത്തുക. സത്യൻ അന്തിക്കനാണ് സംവിധാനം. ഫാക്ട് ചെക്ക്. പ്ലാസ്റ്റിക് അരിനിർമ്മാണത്തിന്റെ ദൃശ്യം എന്ന രീതിയിൽ ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പ്രചരിക്കുന്നത് പ്ലാസ്റ്റിക് അരി നിർമ്മിക്കുന്ന വീഡിയോയല്ല. പാകിസ്ഥാനിലെ നിമിർ കെമിക്കൽസ് എന്ന സ്ഥാപനത്തിൽ പുനരുപയോഗത്തിനായി പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് ഗ്രാനുളുകൾ നിർമ്മിക്കുന്ന ദൃശ്യമാണ് തെറ്റായ ക്യാപ്ഷനിൽ പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ കിട്ടിയ വാർത്ത. തൃശൂർ അവണൂർ പഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഓവർസിയർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. അഭിമുഖം നാളെ. പത്തനംതിട്ട തേവർവട്ടം ഗവൺമെന്റ് HSSൽ കായിക അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ. കൊല്ലം കരുനാഗപ്പള്ളി എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ. എറണാകുളം തൃക്കാക്കര ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപക ഒഴിവിൽ. അഭിമുഖം നാളെ നടക്കും. കോട്ടയം MG സർവകലാശാലയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസിൽ MSW പ്രോഗ്രാമിൽ ഒഴിവ്. അഡ്മിഷൻ നാളെയാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 10 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. പശ്ചിമബംഗാൾ സ്വദേശി ദേവരഥ സർക്കാരാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ഗുജറാത്തിലെ വഡോദര പാലം അപകടത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് 62 ലക്ഷം രൂപ ധനസഹായം നൽകി ഗുജറാത്ത് സർക്കാർ.
അപകടത്തിൽ 20 പേരാണ് മരിച്ചത്, നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. തമിഴ്നാട്ടിൽ കുളിക്കാനിറങ്ങിയ 3 ആൺകുട്ടികൾ മുങ്ങി മരിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം റാണിപ്പെട്ട് ജില്ലയിലെ മെട്ടുകുന്നത്തൂർ ഗ്രാമത്തിൽ. ഇതോടെ 100 ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.